അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുചരന്മാരാകുന്ന സ്വഹാബാക്കൾ തന്നെ കേൾക്കാൻ വേണ്ടി, തന്നെ ശ്രവിക്കാൻ വേണ്ടി താൻ നൽകുന്ന ഉപദേശങ്ങൾ ജീവവായുവിനേക്കാൾ വിലപിടിപ്പുള്ള മൂല്യമുള്ള അറിവായി കണക്കിലെടുക്കപ്പെട്ടുകൊണ്ട് ജീവിതത്തിന്റെ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരാൻ വേണ്ടി വല്ലാതെ പരിശ്രമിക്കുന്ന പ്രിയപ്പെട്ട സ്വഹാബാക്കൾ, തന്റെ പ്രിയപ്പെട്ട അനുചരന്മാർ. ആ പ്രിയപ്പെട്ട സ്വഹാബാക്കൾക്ക് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൃത്യമായ ഉപദേശങ്ങളും കൃത്യമായ നിർദ്ദേശങ്ങളും കൃത്യമായ അറിവുകളും കൃത്യമായ വിജ്ഞാനങ്ങളും കൃത്യമായ ദീനീ ബോധ്യമുള്ള ജീവിത ശൈലികളും കൃത്യമായി അല്ലാഹുവിന്റെ റസൂൽ നൽകിക്കൊണ്ടിരുന്നു. ഏതുവരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടുക്കള മുതൽ അന്താരാഷ്ട്രം വരെയുള്ള ഒരു മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന, ഒരു വ്യക്തി അഭിമുഖീകരിക്കുന്ന, ഒരു പിതാവ് അഭിമുഖീകരിക്കുന്ന, ഒരു മാതാവ് അഭിമുഖീകരിക്കുന്ന, ഒരു ഭാര്യയാകട്ടെ, ഒരു ഭർത്താവാകട്ടെ, ഒരു നാട്ടുകാരനാകട്ടെ, ഇനി സാക്ഷാൽ ഒരു രാഷ്ട്രീയ നേതാവാകട്ടെ, ഏത് മേഖലയിലുള്ള വ്യക്തിയായാലും ഒരു വ്യക്തി ഏതൊക്കെ മേഖലകൾ ഫേസ് ചെയ്യുന്നുവോ ആ എല്ലാ മേഖലകളെയും സുന്ദരമായി, കാര്യക്ഷമമായി, ഒരു മാനുഷികമായ പരിഗണനയോടുകൂടി ആ എല്ലാ മേഖലയെയും വിജയിപ്പിക്കുന്നതിനാവശ്യമായ എല്ലാവിധ ഉപദേശങ്ങളും കൃത്യമായി ലോകത്തിന്റെ നായകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകിയിരുന്നു. നൽകി വരുന്ന അവസരത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ അനുചരന്മാരോട് പറയുമായിരുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പാതകങ്ങൾ സംഭവിക്കുന്നുണ്ട് സ്വഹാബ. അത് മനുഷ്യ സഹജമാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ച, മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച ചില രീതികളുണ്ട്, ചില ശൈലികളുണ്ട്. അതിൽപ്പെട്ട മനുഷ്യന് മാത്രമുള്ള ഒരു പ്രത്യേകമായ ഒരു ശൈലിയാണ്, ഒരു ജീവിത സ്വഭാവത്തിന്റെ ചാബല്യമാണ്. അവരിൽ ചില പാപങ്ങൾ സംഭവിക്കുക, അല്ലെങ്കിൽ അവന്റെ ജീവിതത്തിലും അവന്റെ പ്രവർത്തിയിലും അവന്റെ സ്വഭാവത്തിലും അവന്റെ ഇടപെടലിലും അവന്റെ സഹകരണത്തിലും പാപങ്ങൾ, ദോഷങ്ങൾ സംഭവിക്കുക എന്നുള്ളത് മനുഷ്യ സഹജമാണ്. അത് മനുഷ്യരിൽ നിന്ന് കൃത്യമായി സംഭവിക്കും. പക്ഷേ ആ പാപങ്ങൾ സംഭവിക്കുമ്പോൾ അതിനെ എങ്ങനെ പരിഹരിക്കണം, ആ പാപങ്ങളെ എങ്ങനെ പൊറുപ്പിക്കപ്പെടണം, ആ പാപങ്ങളിൽ നിന്ന് എങ്ങനെയാണ് മോചനം നേടേണ്ടത്, ആ പാപങ്ങളിൽ നിന്ന് എങ്ങനെയാണ് മോക്ഷം നേടേണ്ടത്, ഇതിന്റെ വഴികളും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൃത്യമായി നിർദ്ദേശിച്ചു, കൃത്യമായി ഉപദേശിച്ചു, കൃത്യമായി വിവരിച്ചു, കൃത്യമായി വിശദീകരിച്ചു. ഒരു ദിവസം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ കേൾക്കാൻ വേണ്ടി കടന്നു വന്ന പ്രിയപ്പെട്ട സ്വഹാബാക്കളോടായി പറഞ്ഞു, യാ സ്വഹാബ, ഇന്ന മിനൽ ദുനൂബി ദുനൂബ, പാപങ്ങളിൽപ്പെട്ട ചില പാപങ്ങളുണ്ട് സ്വഹാബ. തന്നെ കേൾക്കാൻ വേണ്ടി മദീനത്തെ പള്ളിയിലേക്ക് കടന്നു വന്ന പ്രിയപ്പെട്ട അനുചരന്മാരാകുന്ന സ്വഹാബാക്കളോ, അല്ലാഹുവിന്റെ റസൂലിന്റെ റിസാലത്തിന്റെ ചെഞ്ചുണ്ടിൽ നിന്നും ഇന്ന് എന്ത് അത്ഭുതത്തിന്റെ അറിവാണ്, ഇന്ന് എന്ത് വിശദീകരണമാണ് ലഭ്യമാകുക, ഈ ഒരു ചിന്തയോടുകൂടി അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് കടന്നു വന്ന പ്രിയപ്പെട്ട സ്വഹാബാക്കളോടായ ലോകത്തിന്റെ നായകരെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, യാ സ്വഹാബ, ഇന്ന മിനൽ ദുനൂബി ദുനൂബാ, പാപങ്ങളിൽപ്പെട്ട ചില പാപങ്ങളുണ്ട് സ്വഹാബ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനുഷ്യനായി ജീവിക്കുമ്പോൾ ആ മനുഷ്യ ജീവിതത്തിൽ ഒരുപാട് പാപങ്ങൾ സംഭവിക്കുമല്ലോ സ്വഹാബ. സ്വഭാവത്തിലൂടെ പാപങ്ങൾ സംഭവിക്കും, സംസാരത്തിലൂടെ പാപങ്ങൾ സംഭവിക്കും, ചിന്തയിലൂടെ പാപങ്ങൾ സംഭവിക്കും, പ്രവർത്തനങ്ങളിലൂടെ പാപങ്ങൾ സംഭവിക്കും, ഇടപെടലിലൂടെ പാപങ്ങൾ സംഭവിക്കും, സഹകരണങ്ങളിലൂടെ പാപങ്ങൾ സംഭവിക്കും. ഉമ്മയോട്, ഉപ്പയോട്, ഭാര്യയോട്, ഭർത്താവിനോട്, മക്കളോട്, നാട്ടുകാരോട്, വീട്ടുകാരോട്, കൂട്ടുകാരോട്, അയൽക്കാരോട്, ദീനിനോട്, ഇസ്ലാമിനോട്, മതത്തിനോട്, ഈശ്വരനോട് എന്ന് വേണ്ട സർവമാന മേഖലകളിലും പാപങ്ങൾ സംഭവിക്കുമല്ലോ. ആരാധനകളിൽ പാപങ്ങൾ സംഭവിക്കുമല്ലോ, പ്രവർത്തനങ്ങളിൽ
പാപങ്ങൾ സംഭവിക്കുമല്ലോ. ഖുർആനുമായി ബന്ധപ്പെടുന്ന കാലയളവിൽ ഖുർആനിനെ സ്നേഹിക്കുന്നതില്, ഖുർആനിനെ ആദരിക്കുന്നതില്, ഖുർആനെ ബഹുമാനിക്കുന്നതില് എന്ന് വേണ്ട യാ മനുഷ്യന്മാരെ, നിങ്ങളുടെ ജീവിതത്തില് പല രീതിയിൽ കൂടിയുള്ള വിവിധങ്ങളായ വ്യത്യസ്തങ്ങളായ വിഭിന്നങ്ങളായ പാപങ്ങൾ നിങ്ങളിൽ സംഭവിക്കുമെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രിയപ്പെട്ട സഹാബാക്കളോടായി പറയുകയാണ്, അങ്ങനെ പാപങ്ങളിൽപ്പെട്ട ചില പാപങ്ങളുണ്ട് സഹാബ. ആ പാപങ്ങളുടെ പ്രത്യേകത എന്തെന്നറിയോ? ആ ദോഷത്തിന്റെ പ്രത്യേകതകൾ എന്തെന്നറിയോ? ആ തിന്മകളുടെ പ്രത്യേകതകൾ എന്തെന്നറിയോ? ലാ യുകഫിറുഹസ് ആ പാപങ്ങളുടെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പാപങ്ങൾ നമസ്കാരം കൊണ്ട് പരിഹരിക്കപ്പെടുകയില്ല, നമസ്കാരം കൊണ്ട് പൊറുക്കപ്പെടുകയില്ല. അതേ ദിനം 5 നേരം നമസ്കരിക്കുന്ന നമസ്കാരങ്ങളുണ്ട്, തറാവീഹ് നമസ്കാരങ്ങളുണ്ട്, ഫിത്ർ നമസ്കാരങ്ങളുണ്ട്, തഹജ്ജുദുണ്ട്, ഇശ്റാഖുണ്ട്, ദുആയുണ്ട്. ഇങ്ങനെ ഒരുപാട് നമസ്കാരങ്ങളുണ്ടല്ലോ. സുന്നത്തുമായി ഫർളുമായി ഒരു ദിവസം തന്നെ 5 നേരം പരിശുദ്ധമായ പള്ളി മിനാരങ്ങൾ നമസ്കാരത്തിലേക്ക് മാടി വിളിക്കുമ്പോ ഒരു ദിവസം 5 നേരം നമസ്കാരം, ഫർളായ നമസ്കാരം മാത്രമുണ്ടല്ലോ. അതിന്റെ മുന്നിലുണ്ട്, അതിന്റെ പിന്നിലുണ്ട് സുന്നത്തായ നമസ്കാരങ്ങൾ, തഹിയ്യത്ത് നമസ്കാരമുണ്ട്. ഇങ്ങനെ ഒരുപാട് സുന്നത്തുകളും ഫർളുകളുമായ നമസ്കാരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമസ്കാരം കൊണ്ട് പൊറുക്കപ്പെടുന്ന പാപങ്ങളുണ്ട്, നമസ്കാരം കൊണ്ട് പരിഹരിക്കപ്പെടുന്ന പാപങ്ങളുണ്ട്. പക്ഷേ ഈ പാപങ്ങളുടെ പ്രത്യേകത എന്തെന്നറിയോ സഹാബ? നമസ്കാരം കൊണ്ട് പാപം പൊറുക്കുകയില്ല സഹാബ. പരിശുദ്ധമായ റമദാനിന്റെ 30 പകലുകൾ പ്രഭാതം മുതൽ പ്രദോഷം വരെ പടച്ച തമ്പുരാൻ എന്ന ഏക ഇലാഹിന് വേണ്ടി സർവ്വതും ത്യജിക്കപ്പെടുന്ന, പട്ടിണി കിടക്കപ്പെടുന്ന, അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കപ്പെടുന്ന നോമ്പെന്ന് പറയപ്പെടുന്ന ആരാധനയുണ്ടല്ലോ. തിങ്കളാഴ്ച നോമ്പുണ്ട്, വ്യാഴാഴ്ച നോമ്പുണ്ട്, ചില പ്രത്യേകമായ മാസങ്ങളിൽ പ്രത്യേകമായ സുന്നത്തായ നോമ്പുകളുണ്ട്. ഇങ്ങനെ ഏതൊക്കെ നോമ്പുകളാകട്ടെ, അത് സുന്നത്താകട്ടെ ഫർളാകട്ടെ, നോമ്പുകളിലൂടെ ഒരുപാട് പ്രതിഫലങ്ങൾ കിട്ടുമ്പോ, നോമ്പുകളിലൂടെ ഒരുപാട് നേട്ടങ്ങൾ കിട്ടുമ്പോ, നോമ്പുകളിലൂടെ ഒരുപാട് പാപങ്ങൾ പൊറുക്കപ്പെടുമ്പോ ഇല്ല സഹാബ, നോമ്പിലൂടെയും പൊറുക്കപ്പെടാത്ത പാപമുണ്ട് സഹാബ. ഹജ്ജ് കൊണ്ടും പൊറുക്കപ്പെടാത്ത, ഹജ്ജ് കൊണ്ടും പൊറുക്കപ്പെടാത്ത പാപമുണ്ട് സഹാബ. ഉംറ കൊണ്ടും പൊറുക്കപ്പെടാത്ത പാപമുണ്ട് സഹാബ. അത്ഭുതപ്പെട്ടു പോകുന്ന പ്രിയപ്പെട്ടവരെ സഹാബാക്കൾ, എന്താ ലോകത്തിന്റെ നായകന് പറഞ്ഞു പോയ ഹദീസിന്റെ ഉള്ളടക്കം എന്താ? നമസ്കരിച്ചാൽ പാപങ്ങൾ പൊറുക്കില്ലത്രേ, നോമ്പ് പിടിച്ചാൽ പാപങ്ങൾ പൊറുക്കില്ലത്രേ. പരിശുദ്ധമായ ഹജ്ജ് എന്ന് പറയപ്പെടുന്ന ആരാധനയുണ്ടല്ലോ, ഒരു മാതാവിന്റെ ഉദരത്തിൽ നിന്നും പിറന്നു വീഴുന്ന കുഞ്ഞിന്റെ പരിശുദ്ധതയോടുകൂടി പരിശുദ്ധമാക്കപ്പെടുന്ന ഏക അമലേ ഹജ്ജ്. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും നബിയുല്ലാഹി ഇസ്മാഈൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും ബീബി ഹാജറ റളിയല്ലാഹു അൻഹയുടെയും സ്മരണകൾ അയവറക്കപ്പെട്ടുകൊണ്ട് ഹജ്ജ് എന്ന് പറയപ്പെടുന്ന പുണ്യമായ ആരാധനയുണ്ടല്ലോ. ആ ആരാധനയിലൂടെയും പാപങ്ങൾ പൊറുക്കപ്പെടില്ലെന്ന് പറയുമ്പോ, ഉംറയിലൂടെയും പാപങ്ങൾ പൊറുക്കപ്പെടില്ലെന്ന് പറയുമ്പോ, സക്കാത്ത് കൊടുത്താലും സ്വതക്ക കൊടുത്താലും എന്തൊക്കെ സൽക്കർമ്മങ്ങൾ ചെയ്താലും പൊറുക്കപ്പെടാത്ത പാപങ്ങൾ ഈ ദുനിയാവിന്റെ മടിപ്പട്ടിലുണ്ടെന്ന് ലോകത്തിന്റെ നായകരെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 1400 സംവത്സരങ്ങൾക്ക് മുമ്പ് തന്നെ കേൾക്കാൻ വേണ്ടി അണിനിരന്ന പ്രിയപ്പെട്ട അനുചരന്മാരോട് പറയുമ്പോ ആശ്ചര്യപ്പെട്ടുകൊണ്ട് അത്ഭുതപ്പെട്ടുകൊണ്ട് പ്രിയപ്പെട്ട സഹാബാക്കൾ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, ഫബിമാ യുകഫിറുഹാ യാ റസൂലല്ലാഹ്, പിന്നെ എന്ത് ചെയ്താലാ, പിന്നെ എങ്ങനെ പരിഹരിച്ചാലാ, പിന്നെന്ത് സൽക്കർമ്മം അനുഷ്ഠിച്ചാലാ എങ്ങനെയാ ആ പാപങ്ങളൊന്ന് പൊറുക്കപ്പെടുക നബിയേ? അല്ലാഹുവിന് വേണ്ടി സാഷ്ടാംഗം ചെയ്യുന്ന ആ നമസ്കാരം എന്ന ആരാധനയിലൂടെ പൊറുക്കാത്ത പാപങ്ങൾ, പട്ടിണി കിടന്നുകൊണ്ട് ജലപാനങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് സ്വന്തം ശരീരത്തെ പട്ടിണിക്ക് വേണ്ടി മാറ്റപ്പെട്ടുകൊണ്ട്
നോമ്പൊന്ന് ആരാധന ചെയ്യുമ്പോ നോമ്പിലൂടെ പൊറുക്കപ്പെടാത്ത പാപങ്ങൾ, ഹജ്ജിലൂടെ പൊറുക്കപ്പെടാത്ത പാപങ്ങൾ, ഉംറയിലൂടെ പൊറുക്കപ്പെടാത്ത പാപങ്ങൾ, എന്ത് സൽക്കർമ്മം ചെയ്താലും പൊറുക്കപ്പെടാത്ത പാപങ്ങൾ, പിന്നെ എന്ത് ചെയ്താലാണ് ആ പാപങ്ങൾ പൊറുക്കപ്പെടുക? സഹാബാക്കൾ ആശ്ചര്യപ്പെട്ടു.